നമസ്കാരം. കേരള സ്റ്റോറിയെക്കുറിച്ചാണ്. പുറത്താകാറായി. വീണ്ടും ചുറ്റിത്തിരിഞ്ഞ് രണ്ടാം തവണ ചുറ്റിത്തിരിഞ്ഞിട്ട് വീണ്ടും പുറത്താകാറായി ചർച്ച. എന്നാലും വൈകിയ വേളയിലാണെങ്കിലും സംസാരിക്കാതിരിക്കാൻ വയ്യ. വന്നതാ നേരത്തെ മുമ്പ് കേരള സ്റ്റോറിയുമായിട്ട് ഹിന്ദിക്കാരൻ്റെ ചിത്രം, നുണച്ചിത്രം 32,000 നിന്ന് മൂന്നാക്കിപ്പിച്ചിട്ട് കേരള സമൂഹം ഒന്നാകെ ആ നുണകളെതിർത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാക്കി ചുരുക്കിയിട്ട് വൃത്തികെട്ട കഥയായിട്ട് വന്നിരിക്കുക. എടോ പ്രണയം എന്ന് പറഞ്ഞ സാധനമൊക്കെ ആത്മീയ ഭാവമാണോ സംവിധായക? അതല്ലെങ്കിൽ ഇപ്പം പ്രദർശിപ്പിച്ചിട്ടുള്ള പള്ളിയിലച്ചന്മാരെ മനസ്സിലാവുണ്ടോ? പ്രണയം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം, അതിനെക്കുറിച്ച് അതറിയണം, അപ്പോഴേ അതിനെക്കുറിച്ച് അറിയുള്ളൂ. കേരള സ്റ്റോറി എന്നുണ്ടും ഒരു പ്രണയം മാറില്ല. മതമല്ലടോ പ്രണയത്തിൻ്റെ കാര്യം. വ്യക്തിയിൽ ഇഷ്ടം തോന്നണം, അവൻ്റെ ഇടപെടലിൽ തോന്നണം. ഇപ്പോഴത്തെ യുവതിക്ക് ചില പ്രണയവുമായി ബന്ധപ്പെട്ട ചില വൈകല്യങ്ങളുണ്ടെന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ. അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, അതവരുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പഴയ പ്രണയത്തിൻ്റെ വിശുദ്ധിയൊന്നും ഇന്നില്ല കുട്ടികൾക്ക്. പല കുട്ടികൾക്കുമില്ല. മുഴുവൻ കുട്ടികളെയും ആക്ഷേപിക്കുന്നില്ല. ഇന്ന് തമാശകളി പോലെ ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് പോലെ വൈദേശിക സംസ്കാരത്തിൻ്റെ ചില നാമ്പുകൾ നമ്മുടെ മക്കളിൽ രൂപപ്പെട്ടു വരുന്നുണ്ട്. അതൊക്കെ അവർ എന്തെങ്കിലും ചെയ്യട്ടെ, ഞാൻ അതിലേക്കല്ല കിടക്കുന്നത്. കേരള സ്റ്റോറി ഇവിടെ പ്രദർശിപ്പിച്ച 1-2 രൂപതകളിൽ പ്രദർശിപ്പിച്ചുകൊണ്ടെന്നും ഇവിടുത്തെ പ്രബുദ്ധരായ സന്മനസ്സുള്ള കൃത്യസമൂഹത്തിൻ്റെ ഭൂരിപക്ഷവും മാറി ചിന്തിക്കില്ല. അത്തരം ചർച്ചകളോട് വന്നുകൊണ്ട് അല്ലെങ്കിൽ അത്തരം സിനിമകളോടെ കണ്ടതുകൊണ്ട് ഭൂരിപക്ഷ സമുദായത്തിലെ, ഹൈന്ദവ സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും മാറി ചിന്തിക്കില്ല. ഇവിടുത്തെ പ്രബുദ്ധയെ അവർ താലോലിക്കും, ഒരു സംശയം വേണ്ട. ഇവിടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൈത്രി ഉള്ള ദേശമാണിത്. തകർക്കാൻ കഴിയില്ല. അതിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ് 34 കോടി നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കൊണ്ട് ശേഖരിച്ചെടുത്തത്. അതിലെവിടോ മതം, അതിലെവിടെ മതം, അതിലെവിടെ ജാതി, അതിലെവിടെ വർണ്ണം? അതാണ് കേരള സ്റ്റോറി. അതുകൊണ്ട് മതാധിഷ്ഠിതമായ ഒരു സംഗതിയല്ല പ്രണയമെന്ന് മനസ്സിലാക്കുക. തള്ളിക്കളഞ്ഞത് സുപ്രീം കോടതി അടക്കം, NIA അടക്കം. ഇവിടെ അഖില അശോകൻ്റെയൊക്കെ എത്രത്തോളം ഇവിടെ പത്രക്കാർ ആഘോഷിച്ചു, എത്ര ആഘോഷിച്ചു, എന്നിട്ട് എന്തായി? അപ്പോൾ അതുകൊണ്ട് അതെന്തിനാ അത്തരത്തിലുള്ള ഓലപ്പടക്കളൊന്നും ഇവിടെ വില പോവില്ല, ചീറ്റി പോകത്തുള്ളൂ. ഒരു കാര്യം പറയാം, ഇത് കേരള സ്റ്റോറി വീണ്ടും കൊണ്ടുവന്നതിൽ ദുരൂഹതയുണ്ട്, സംശയമേ വേണ്ട. ഇലക്ഷൻ്റെ തലേദിവസം ഇവിടെ കൊണ്ട് പ്രദർശിപ്പിക്കുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ അത് സവർണവർഗീയ ഫാസിസത്തിൻ്റെ വഴികളിൽ കൂടെ മതാധിപത്യ രാഷ്ട്രം നിർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഫാസിസ്റ്റ് പാർട്ടിക്ക് അരുനിൽക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തെ ക്രിസ്ത്യൻ വിഭാഗത്തിലെ 1-2 ചെറിയ വെരി 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 ന്യൂനപക്ഷ വിഭാഗം ശ്രമിക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഭൂരിപക്ഷ ക്രിസ്ത്യൻ സമുദായമേ, പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിക്കുക. ഓക്കെ, എനിക്കത്രേ പറയാനുള്ളൂ. ഈ പറഞ്ഞ പ്രണയവും ഇതൊന്നും മതാധിഷ്ഠിതമല്ല എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടൊന്നും കേരളം തകരൂല. മതാധിപത്യ ഇന്ത്യയെ നമുക്ക് വേണോ? വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം സ്റ്റോറികൾ, നുണക്കഥകൾ തള്ളിവിടുക തന്നെ ചെയ്യും. കേരളത്തിൻ്റെ പ്രബുദ്ധ മനസ്സ് തള്ളിവിടുക തന്നെ ചെയ്യും. ഒരു സംശയമുണ്ട്, ഇതിനു മുമ്പ് തള്ളിക്കളഞ്ഞതാണല്ലോ. ഇതിനു മുമ്പ് എന്തെല്ലാം ഇവിടെ സംസാര ചർച്ചകളുണ്ടായി. ഇവിടെ ലവ് ജിഹാദും അതുപോലെ തന്നെ തുപ്പൽ ജിഹാദും ഭൂമി ജിഹാദും സ്വയംഭോഗ ജിഹാദും, അങ്ങനെ എന്തെല്ലാം ജിഹാദിലൂടെ കൊണ്ടുവന്നു. എന്നിട്ട് എവിടെ അതൊക്കെ? എവിടെ? ജലരേഖകൾ പോലെ മാഞ്ഞുപോയി. ഉണ്ടെങ്കിൽ അത് അന്വേഷിച്ച് കണ്ടെത്തട്ടെ. ഇത്തരം നുണക്കഥകളാണോ വ്യാപിപ്പിക്കുക? ഇവിടെ വിവരം കെട്ടവർ ചെയ്യുന്ന പ്രവൃത്തി കേരളത്തെ മലിനപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. അവർ സവർണവർഗീയ ഫാസിസ്റ്റ് പാർട്ടികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിന് അരുനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം വളരെ ന്യൂനപക്ഷമായ ഈ വിഭാഗം ചെയ്യുന്നത്. അതിൽ ദുരൂഹതയുണ്ട്, അതിനെന്തോ കള്ളക്കളിയുണ്ട്, ഒരു സംശയവും വേണ്ട. ഞാൻ പറഞ്ഞു വെക്കുന്നത്, ഇത്തരത്തിലുള്ള സ്റ്റോറികളൊന്നും കേരളത്തിൻ്റെ പ്രബുദ്ധ മനസ്സ് മാറില്ല. നാളെ ആരും ജയിക്കട്ടെ, ആർക്ക് വോട്ട് ചെയ്യട്ടെ. വോട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്ന് നമുക്ക് അറിയാം, ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം. ഇലക്ഷൻ തലേദിവസം ഇത്തരം സ്റ്റോറികൾ കൊണ്ട് വരണ്ട. കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർ ആരായിരിക്കണമെന്ന് നമ്മൾ നിശ്ചയിച്ചെടുക്കുക. എന്തിനാണ് ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ നിയമനിർമ്മാണ സഭ പോലെ ഇന്ത്യൻ പാർലമെൻറ്റിൽ ആരാണ് പോകേണ്ടത്? എന്തിനായിരിക്കണോ അത്? മതമൈത്രി തകർക്കാനുള്ള ആളുകളായിരിക്കണോ? മതത്തിൻ്റെ പേരിൽ നമ്മുടെ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആളുകളെയാണോ വേണ്ടത്? ഈ മതേതര ജനാധിപത്യ രാജ്യത്തെ തകർക്കൊണ്ട് മതാധിപത്യ രാജ്യം സൃഷ്ടിക്കാനുള്ള വെമ്പൽ കൂട്ടുന്ന ആൾക്കാരെയാണോ വേണ്ടത്? നിങ്ങൾ തീരുമാനിച്ചോളുക. എൻ്റെ ഈ 2 വാക്കുകളോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം പ്രശസ്തി ആർജിച്ച
ചിലവരുടെ പ്രസംഗങ്ങളുടെ വീഡിയോ കൂടി ഞാൻ അറ്റാച്ച് ചെയ്യുന്നു. കാണുക. നമസ്കാരം. നിഷാദെ, അച്ഛൻ പറയുന്ന കണക്കുകളെല്ലാം തെറ്റാണ്. അങ്ങനെ ഒരു കണക്കുകളില്ല. ഈ ലഘുലേഖയിലുള്ള കണക്കുകൾ തെറ്റാണ്. ഇനി ഞാൻ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാം. ഞങ്ങളും ചെറുപ്പത്തിൽ സൺഡേ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന സമയത്ത് സിനിമകൾ കാണിക്കുമായിരുന്നു. തോമാസ് ലീഗ, മിശിഹാ ചരിത്രം, സ്നാപകയോഹന്നാൻ എന്നിങ്ങനെയുള്ള ഞങ്ങളൊക്കെ ഒന്ന് പഠിക്കുന്ന സമയത്ത് കാണിക്കുന്നു. ഇത്തരം കാളകൂട വിഷയങ്ങൾ, മനുഷ്യൻ വെറുപ്പ്, മറ്റൊരു മതത്തോട് വെറുപ്പ് ഉണ്ടാക്കുന്ന സിനിമകൾ, അതൊന്നും കാണിക്കുന്ന പരിപാടി അന്നത്തെ അച്ഛന്മാർക്കും ഇല്ലായിരുന്നു, പള്ളിക്കും ഇല്ലായിരുന്നു. ഞാൻ ഈ സിനിമ ഇന്ന് കണ്ടു. നിർഭാഗ്യവശാൽ കാണേണ്ടി വന്നു. കാരണം പ്രത്യേകിച്ച് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് വരുന്നത് ശരിയല്ലല്ലോ. അതിനകത്ത് സ്നേഹം എന്ന് പറയുന്ന ഒരു വാക്ക്, അന്യമതത്തോട് സൗഹാർദ്ദപരമായി ഇടപെടുന്നത് ഒരു ഇടപാടും ഒരു രംഗം പോലും അതിനകത്തില്ല. ഈ ക്രിസ്തു പറയുന്ന വളരെ കൗതുകരമായ ഒരു വാചകമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട് എന്റെ ശിഷ്യന്മാരെന്ന് അറിയപ്പെടുമെന്നാണ് ക്രിസ്തു പറഞ്ഞത്. അല്ലാതെ ലോഹ ഇട്ടതുകൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാകുമെന്നല്ല, കുമ്പസാരിക്കുന്നതുകൊണ്ട് കുമ്പസാരിപ്പിക്കുന്നതുകൊണ്ട് ക്രിസ്തു ശിഷ്യന്മാരാകുമെന്നല്ല. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം കണ്ടിട്ട്. ഈ സിനിമയ്ക്കകത്ത് കൊച്ചുകുട്ടികളെ കാണിക്കുന്ന സിനിമയ്ക്കകത്ത് സ്നേഹം ഉത്പാദിപ്പിക്കുന്ന ഒരു രംഗമെങ്കിലും കാണിച്ചു തരാമോ? ഒരു രംഗം പോലുമില്ല. അന്യമതത്തോട് വെറുപ്പ് തോന്നുന്ന, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തോട് മുസ്ലിങ്ങളോട് വെറുപ്പ് തോന്നുന്ന, വെറുപ്പ് ഉത്പാദിപ്പിക്കുന്ന ഒരു സിനിമയാണിത്. കേരള സ്റ്റോറി സിനിമ പ്രദർശിപ്പിച്ചിരിക്കുന്നത് വിശ്വാസോത്സവത്തിന്റെ ഭാഗമായി. ഈ കേരള സ്റ്റോറി സിനിമ അത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. 3.5 കോടി മലയാളികളെയാണ് കേരള സ്റ്റോറിയിൽ കൂടി അപമാനിച്ചിരിക്കുന്നത്. ആകെ ഇന്ത്യയിൽ നിന്ന് 66 പേരാണ് IS ക്യാമ്പിലേക്ക് പോയി എന്നാണ് പാർലമെന്റിൽ തന്നെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത്. അതിൽ കേരളത്തിൽ നിന്ന് 3 ആളുടെ പേരുള്ളത്. അപ്പൊ എന്തിനു വേണ്ടി ഇത്തരം പ്രചരണങ്ങൾ ഇവിടെ സംഘടിപ്പിക്കും ചോദിച്ചാൽ വർഗീയതയാണ്. അപ്പൊ വർഗീയ രാഷ്ട്രീയവുമായി ചില ആളുകൾ സന്ധി ചെയ്യേണ്ടി വരുന്നു, ചില ആളുകൾ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങുന്നു. ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആരാണ് ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒന്നുകിൽ അവരുടെ ഭീഷണിക്ക് വഴങ്ങി ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വർഗീയ രാഷ്ട്രീയമായി സന്ധി ചെയ്യുന്നു. അവരെയൊന്നും കേരളം അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് വിശ്വാസി സമൂഹം ഇതെല്ലാം നേരാവണ്ണം മനസ്സിലാക്കാൻ ശേഷിയുള്ളവരാണ്. വിശ്വാസി സമൂഹമൊന്നും ഇതിന്റെ പിന്നിൽ അണിനിരക്കുന്ന പ്രശ്നമുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളയിച്ച കുഴിമാടങ്ങൾ എന്നൊക്കെ പണ്ടത്തെ പ്രയോഗങ്ങളുണ്ട്. അതിനൊക്കെ ചേരുന്ന തരത്തിൽ ഈ ക്രിസ്തീയ മതസഭയ്ക്കും ക്രിസ്തു മതവിശ്വാസികൾക്കുമൊക്കെ പേരുദോഷമുണ്ടാക്കുന്ന ചില മെത്രാന്മാരുണ്ട്. അവർ ശരിക്കും ഈ പ്രണയത്തെക്കുറിച്ചും ഒക്കെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ട സിനിമകളും നാടകങ്ങളും വേറെയാണ്. അത് ഈ പറയുന്ന ഏറ്റവും മോശമായ രാഷ്ട്രീയ അശ്ലീല സിനിമ, വർഗീയ അശ്ലീല സിനിമ കാണിച്ചല്ല ഈ കുട്ടികളെ നിങ്ങൾ വഴിതെറ്റിക്കാൻ ശ്രമിക്കേണ്ടത്. ഏറ്റവും കൗതുകകരമായ കാര്യം, ഈ കുട്ടികളൊന്നും ഇത് കണ്ടാൽ വഴിതെറ്റാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ചാറ്റ് GPT-യുടെയും ഇൻസ്റ്റാഗ്രാമിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയൊക്കെ കുട്ടികളെടുത്താണ് ദേ കുഞ്ഞാടുകളെ നിങ്ങൾ വരൂ, ഈ കേരള സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾ വഴിതെറ്റി പോകാതിരിക്കൂ എന്നൊക്കെ പറയണമെങ്കിൽ ഈ മെത്രാന്മാരുടെയും ഇതിനെ നിയന്ത്രിക്കുന്ന ഈ വേദപഠന ക്ലാസ്സിലെ ഈ പുരോഹിതന്മാരുടെയൊക്കെ ബുദ്ധിയില്ലായ്മ മാത്രമാണ് എനിക്ക് ചൂണ്ടിക്കാട്ടാനുള്ളത്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണെന്നും അതിന് വസ്തുതയുടെ പിൻബലമില്ല എന്നും വളരെ ആധികാരികമായിട്ട് സർക്കാരും പോലീസ് സംവിധാനങ്ങളും വ്യക്തമാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ്. പ്രത്യേകിച്ചൊരു സമുദായത്തെ ലക്ഷ്യമാക്കി പകയുടെയും സംശയത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഒരു സംസ്കാരവും രാഷ്ട്രീയവും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അതിനെ കാണേണ്ടത്. അത്തരം നുണകളും വ്യാജ വാർത്തകളുമൊക്കെ അടിസ്ഥാനമാക്കി നിർമ്മിക്കപ്പെട്ട കേരള സ്റ്റോറി എന്ന സിനിമ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി കുട്ടികളെ കാണിക്കുന്നു എന്ന് ഒരു സഭയുടെ രൂപത പറയുമ്പോൾ അത് തികച്ചും പ്രതിഷേധാർഹം മാത്രമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ദൗർഭാഗ്യകരമായി പോയി അങ്ങനെ ചെയ്തത്. അത് ഒരു ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫാദർ എനിക്കൊപ്പമുണ്ട്. എങ്ങനെയാണ് ഇത് കാണിക്കാനൊരു ഉദ്ദേശം? സാധാരണ എല്ലാ അവധിക്കാലങ്ങളിലും നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പള്ളികളിൽ ഇന്റൻസീവ് ബൈബിൾ കോഴ്സ് എന്ന പേരിൽ 3 ദിവസവും 5 ദിവസമൊക്കെ നിൽക്കുന്ന ഒരു ചെറിയ പ്രോഗ്രാം എപ്പോഴും ഉണ്ടാവാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, അതിന്റെ 3ാമത്തെ ദിവസമാണ് ഇന്ന്
ഈ മണിപ്പൂരിലെ ഇഷ്യൂസൊക്കെ കത്തി നിൽക്കുന്ന സമയം തൊട്ട് ഈ ഇടവക കൃത്യമായി സ്റ്റാൻഡ് എടുത്തിട്ടുള്ള ഒരു ഇടവകയാണ്. അത് മണിപ്പൂർ മനഃപൂർവ്വമാണെന്ന പേരിൽ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഒരു തെരുവ് നാടകം ചെയ്തത് ഞങ്ങളാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് വേണമെങ്കിൽ ഇതിനെ കണ്ടാൽ മതി. കാരണം കുട്ടികളെല്ലാവരും ഉള്ളപ്പോൾ അവർക്ക് എന്തായിരുന്നു മണിപ്പൂരിലെ സംഭവം എന്ന് അതിനെപ്പറ്റി ഒന്ന് അവബോധം ഉണ്ടാകുന്നതിന് വേണ്ടി ഒരു 15-20 മിനിറ്റുള്ള ഒരു ചെറിയ ഷോർട്ട് ഫിലിം. കേരള സ്റ്റോറി മറ്റ് രൂപതകളിലൊക്കെ പ്രദർശിപ്പിക്കുന്നതായിട്ട് വിവാദമുണ്ട്. ഇതിന് സഭയുടെ പിന്തുണയുണ്ടോ? നമ്മൾ ചെയ്യുന്നതിൽ സത്യമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേരള സ്റ്റോറിയെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റോറി കണ്ടിട്ടുള്ള കൊച്ചു പിള്ളേർ വരെ ഇത് നമ്മുടെ കഥയല്ലല്ലോ, ഇത് നമ്മുടെ കേരളം അല്ലല്ലോ എന്ന് അവർ പോലും തമാശയായിട്ട് ചോദിക്കാറുണ്ട്. ഇത് കാശ്മീർ ഫയൽസ് പോലെയുള്ള സംഘപരിവാറിന്റെ പ്ലാന്റെ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമാണെന്നുള്ള കാര്യം ഇവിടുത്തെ സാമാന്യ ജനത്തിന്, ബോധമുള്ളവർക്ക്, കുട്ടികൾക്ക് വരെ അറിയാവുന്നൊരു കാര്യമാണ്. ഇത് അപ്പോഴും പ്രൊപ്പഗാൻഡ എന്നല്ല സിറോ മലബാർ സഭയും മറ്റ് ഇത് പ്രദർശിപ്പിച്ച ഇടുക്കി രൂപതയടക്കം പറഞ്ഞത് കുട്ടികൾക്കൊക്കെ ഒരു അവബോധം ഉണ്ടാക്കാനാണെന്നാണ്. അങ്ങനെ ഒരു അവബോധമാണോ? ജനങ്ങൾക്ക് പരസ്യമായിട്ട് അറിയാവുന്നൊരു കാര്യം, ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു സഭയോ രൂപതയോ ഒക്കെ അതിനെടുത്തുയർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് എത്രയൊക്കെ മേമ്പടിയിട്ട് അതിനെ നമ്മൾ മനോഹരമാക്കി ചെറിയാൻ ശ്രമിച്ചാലും അത് ഫാക്റ്റ് ആണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കാതിരിക്കും. ഇത് പ്രദർശിച്ചു കഴിയുമ്പോൾ അച്ഛനൊക്കെ ഒരു റിബലായി മാറുന്നൊരു ഇതുണ്ടോ? റിബലായിട്ട് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് വ്യക്തമായ ബോധ്യമുള്ളൊരു കാര്യം. ആ വ്യക്തമായ ബോധ്യമുള്ള കാര്യം നമ്മൾ പറയാനായിട്ട് എന്തിനാണ് മടിക്കുന്നത്? എല്ലാ ബോധ്യത്തോടും കൂടിയാണ് ഈ